മാറുമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. എങ്ങനെയാണ് ശിശുമാനസരാകുന്നത്? ഒരു പിഞ്ചു മനസ്സിന്റെ മിറാക്കിൾ അള്ളാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അവർ ഖൽബുൻ സലീം, ഒരു കുട്ടിയുടെ മനസ്സിന്റെ പ്രത്യേകത ഖൽബുൻ സലീം, നിഷ്കളങ്കത നിറഞ്ഞു നിൽക്കുന്ന മനസ്സാണ് അവർക്കുള്ളത്. ഇന്നസെൻസ്, നല്ല നിഷ്കളങ്ക മനസ്സാണ്. പകയില്ല ആ പൊന്നുമക്കൾക്ക്. ശ്രദ്ധിച്ചുവോ കൊച്ചുകുട്ടികളെ? ഒരു പകയുമില്ല അവർക്ക്, കുശുമ്പില്ല അവർക്ക്, മനസ്സിന്റെ ഉള്ളിൽ ഒരു വിദ്വേഷവുമില്ല, ചതിക്കില്ല, ആ പൊന്നു കുരുന്നുകൾ വഞ്ചിക്കുകയില്ല. അള്ളാഹുവിന്റെ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്, ശിശുമാനസരെ കുറിച്ച് പറയുന്നത്, ഈ പൊന്നു മക്കളിൽ ഒരു തിന്മയും ഇല്ല, അവർ ഖൽബുൻ സലീമാണ്. മറ്റൊന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്, ഒരു പാപവും ഇല്ലാത്തവരാണ് ഈ പൊന്നുമക്കൾ. നന്മ തിന്മകൾ അവർക്കറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുരുന്നു മക്കളുടെ ചെറിയ പ്രായത്തിലെ ഏതെങ്കിലും ഒരു തിന്മ വന്നു പോകുമ്പോൾ അള്ളാഹു പൊരുത്തപ്പെട്ടു കൊടുക്കും. കൊച്ചു കുരുന്നു മക്കളാണ്, അവർക്കറിയില്ല, അവർ ചെറിയ പ്രായമാണ്, അവർക്ക് നിസ്കാരമില്ല, ഹിസാബ് ഇഖാബ് കണക്കാക്കാത്ത പ്രായമാണ്. അള്ളാഹു അവർക്ക് വലിയ സലാമത്ത് കൊടുത്തിരിക്കുകയാണ് ആ പൊന്നുമക്കളെ. അതുകൊണ്ടാണല്ലോ എത്രയോ സ്നേഹത്തോടെ അവർ പറയുമ്പോൾ എല്ലാവരും അവരെ ചേർത്ത് പിടിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന ആളുടെ മോനാണ് എന്ന് കേൾക്കുമ്പോ തന്നെ വാമോനെ, വലിയ ആൾക്കാരെ പിടിച്ച് ചേർത്ത് പിടിച്ച് ചുംബിക്കുന്നതിനേക്കാൾ ഈ പൊന്നുമക്കളെ വല്ലാത്തൊരു ഇഷ്ടമാണ്. കാരണം അവർ തെറ്റു ചെയ്യാത്തവരാണ്. കഥകളിൽ കാണാലോ, ദൈവത്തിന്റെ പ്രതിരൂപങ്ങളാണ് ഈ പൊന്നുമക്കൾ, മായാത്ത സ്നേഹത്തിന്റെ ഉടമകളാണ് ഈ പൊന്നുമക്കൾ. അള്ളാഹു നമ്മുടെ മക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. പെട്ടെന്ന് പിണങ്ങും, പെട്ടെന്ന് ഇണങ്ങും. എത്ര പിണങ്ങിയാലും അതിവേഗം ഇണങ്ങുന്ന ഒരു അനുഗ്രഹീത പ്രകൃതം ഇവർക്കുണ്ട്. നമ്മുടെ ഉള്ളിൽ വന്ന പക മായൂല്ല, വല്ലാതെ കടക്കും. മരിച്ചാല് കൂടി ഞാൻ അവന്റെ മയ്യത്ത് കാണൂല്ലെന്ന്, ഞാൻ ഒരിക്കലും അവനോട് മിണ്ടില്ലെന്ന്, അതൊരു അഭിമാനമായി കൊണ്ടു നടക്കുന്ന ആളാണ് ഞാനും. നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഈ കുട്ടി പിണങ്ങും, അടുത്ത നിമിഷം ഇണങ്ങും. അത്ഭുതമാണ്. അടിച്ച് പിണങ്ങിയിരിക്കുമ്പോ തന്നെ പൊന്നേ എന്നൊന്ന് വിളിച്ചിട്ടൊന്ന് കൈനീട്ടി നോക്ക്. ഓടി വാപ്പച്ചിയെ കെട്ടിപ്പിടിച്ച് ചേർന്നിരുന്ന് സ്നേഹിക്കുന്ന മുത്തിമണക്കുന്ന പൊന്നുമക്കൾ. അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം റഹ്മാനെ. ആ പൊന്നുമക്കൾക്ക് തവാദുഅ കൊണ്ട് നല്ല വിനയമുള്ള മക്കളാണ്. അഥവാ ഞാനാണ് വലുത്, എന്റെ വാക്കാണ് വലുത്, ഞാനാണെല്ലാം. അനാനിയത്തില്ല, അവരിൽ ഈഗോ ഇല്ല. അവരുടെ കുടുംബത്തിൽ എല്ലാം, എന്റെ വീട്ടിൽ സർവ്വതും നിശ്ചയിക്കുന്ന ഞാനാണ്. ചുമ്മാതാണ് എന്റെ പെണ്ണുമുള്ളയാണ് നിശ്ചയിക്കുന്നത്, അല്ലെ? മുഷാവറ ചെയ്യുമ്പോ അതൊക്കെ ഡയലോഗാണ്. പക്ഷേ ഈ ഒരു ഞാനാണ് എന്ന ഒരു പവർ ഈ പൊന്നു കുരുന്നുകൾക്കില്ല. അള്ളാഹുവിന്റെ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅബവാഹു യുഹബ്ബിദാനിഹി വയുനശ്ശിറാനി. എല്ലാ പൊന്നുമക്കളും നല്ല ശിശുമാനസരായി നിഷ്കളങ്ക ഹൃദയത്തോടെയാണ് അവർ ജനിക്കുന്നത്. അവരെ വഴിതെറ്റിപ്പിച്ചു വിടുന്നത് മാതാപിതാക്കളുടെ സംസാരം മക്കളിൽ, നടത്തം മക്കളിൽ, ശൈലി മക്കളിൽ, സർവ്വതും മക്കൾ പകർന്നെടുക്കും. സൂക്ഷ്മതയോടെ നന്നാവുക. നിങ്ങളെപ്പോലെ മക്കളാകാൻ കൊതിക്കുക. അപ്പൊ നിങ്ങൾ നന്നാവണം, ഈ ഞാൻ നന്നാവണം. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഈ കൊച്ചുമക്കളുടെ മരണത്തെക്കുറിച്ചും പരിശുദ്ധ ദീന് പഠിപ്പിക്കുന്നു. ആ പൊന്നുമക്കളൊക്കെ സ്വർഗത്തിലാണെന്നൊരു അഭിപ്രായം. അത് വലിയൊരു ചർച്ചയാണ്, വിശാലമായ ചർച്ച. മുസ്ലിമിന്റെ കുട്ടി മാത്രമാണോ എന്ന വിഷയത്തിലും ചർച്ചയുണ്ട്. കൊച്ചു കുരുന്നു മക്കൾ മരണപ്പെടുമ്പോൾ അവർക്ക് സ്വർഗമുറപ്പ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഫാലത്തിലായിരിക്കും ആ പൊന്നു കുരുന്നു മക്കളെന്ന് അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഇന്നത്തെ തറാവീഹിന്റെ പ്രത്യേകത അതാണ്. ശിശുമാനസരാകാൻ ഇന്നത്തെ തറാവീഹ് അള്ളാഹു കബൂലാക്കട്ടെ. ഇന്നത്തെ തറാവീഹിന്റെ പ്രതിഫലം നിങ്ങൾ ഇന്നു പിറന്ന കുഞ്ഞിനെ പോലെ ശിശുമാനസരായി മാറുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഹജ്ജ് ചെയ്താൽ, ഉംറ ചെയ്താൽ ശിശുമാനസരാവും. നിഷ്കളങ്കമായ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറയാണ്. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറയാണ്. അത് എന്റെ നിയ്യത്തും എന്റെ റബ്ബിനറിയാം. നിയ്യത്ത് നന്നാക്കി ചെയ്യുന്ന ഹജ്ജും ഉംറയും ശിശുമാനസരായി മാറും. എല്ലാ പാപവും റബ്ബ് പുറത്തു കൊടുക്കും. നല്ല മുഖ്ലിസീങ്ങളുടെ നിഷ്കളങ്കമായ തൗബ ഈ റമദാനിൽ ചെയ്തോ, നിങ്ങൾ ശിശുമാനസരായി മാറും. ഒരു രോഗി നമ്മുടെ മഹല്ലിൽ, വെള്ളൂർക്കോണത്ത് ഒരു രോഗിയുണ്ട്. അയാളെ വീട്ടിൽ നമ്മുടെ മഹല്ലിൽ എല്ലാവരും കൂടെ ഒന്ന് പോയി ശിശുമാനസരാവാൻ വേണ്ടി പോയതാണ്. പോയിട്ട് അവരെ കണ്ട് അവന് ശല്യാവാതെ ഒന്ന് ദുആ ചെയ്ത് ഇറങ്ങിയാൽ
നമ്മളെല്ലാവരും ശിശുമാനസരാവും നബി മുഹമ്മദ് മുസ്തഫ. പരിപൂർണമായ ഒരു വുളു ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ധൃതി പിടിച്ചിട്ട് ഇവിടെ മാത്രം തേച്ചിട്ട് ഈ കണ്ണെഴുതിയ സാധനം പോയി മുഖത്തുള്ള മറ്റേ പൊട്ടിയിട്ടളയിൽ പോകാതിരിക്കാൻ വേണ്ടിയുള്ള വുളുവല്ല. നല്ല പരിപൂർണമായ ഒരു വുളു നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ശിശുമാനസരായി മാറും. നബി മുഹമ്മദ് മുസ്തഫ റമദാനിലെ വ്രതം, റമദാനിലെ പശ്ചാത്താപം നിങ്ങളെ ശിശുമാനസരാക്കി മാറ്റും. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യ പ്രവർത്തനങ്ങൾ, മുവാസാത്തിന്റെ പരോപകാര ജനോപകാര പ്രവർത്തനങ്ങൾ ചെയ്താൽ അവർ ശിശുമാനസരായി മാറും. നോമ്പിന് വെറുതെ അല്ല നോമ്പ് വിറ്റുകൊണ്ട് രഹസ്യമായി ഓരോ വീട്ടിൽ കൊണ്ടു കൊടുക്കുന്നു, അല്ലയോ? എല്ലാവരെയും വിളിച്ചിട്ട് കൊടുക്കുന്നു. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഭക്ഷണം നൽകിയാൽ മതി, സ്നേഹത്തോടെ നല്ല നീയത്തോടെ ശിശുമാനസരായി മാറും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇന്നത്തെ തറാവീഹ് നമ്മുടെ എല്ലാ ഇബാദത്തുകളും അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഇന്നത്തെ നോമ്പുകൾ നൽകിയ കുടുംബാദികളുടെ സന്ദേശങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹുവെ കബൂലാക്കണേ. അള്ളാഹ് അവർക്ക് ജന്നാത്തുൽ ഫിർദൗസ് നൽകണേ. അല്ലാഹ് സമ്പത്തിൽ അഭിവൃദ്ധി നൽകണേ.